നല്ല ചിക്കൻ ബിരിയാണി ഇങ്ങോട്ട് കോരിയിടുന്നുണ്ട. അത് റൈസാണ്. മസാല അപ്പുറത്തെ ആ ഒരു ബക്കറ്റിലിരിക്കുക. ഇവിടെ ചിക്കൻ ഫ്രൈ പൊരിച്ച് കോരി ഇട്ടുകൊണ്ടിരിക്കുന്നു. അടിപൊളിയാണ്, നല്ല മണമായിരുന്നു കേട്ടോ ആ സ്ഥലത്ത്. അപ്പം നമ്മൾ കഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കണ്ടേ. ചിക്കനും ഫ്രൈയും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കുഴച്ച് ഇങ്ങനെ ഇച്ചിരി സാലാഡ് കൂടെ വെച്ച് കഴിക്കുമ്പോൾ ഒരു കിട്ടുന്ന ടേസ്റ്റാണ്. ഹായ്, നമസ്കാരം. നമ്മൾ കിടില ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അല്ലേ. ഈ ഒരു പ്ലേസും കാര്യമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വൈബോസ്കി പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? കാപ്പിലല്ല, കിടുക്കാച്ചി ഒരു റിസോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു എൻഗേജ്മെന്റുമായിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? കാപ്പിലിനെ പറ്റി എന്തോ തോന്നുന്നു? പിന്നെ കാപ്പില് അടിപൊളി, നല്ല കിടു സ്ഥലമല്ലേ. മാത്രമല്ല പണ്ട് തൊട്ടേ നമ്മുടെ ഈ കാപ്പിൽ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് അല്ലേ. ഒരുപാട് പേര് സായിപ്പന്മാരും എല്ലാം വരാറുണ്ട്. ഇത് നമ്മുടെ ആദ്യമാണ്, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചൂണ്ടയുടെ ഒരു അവതാരനായിട്ട് വരും അല്ലേ. നമ്മളെ കലാകാരനാണ്. അപ്പം നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചയും കാര്യങ്ങളും ഒക്കെ കാണാൻ. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇവിടെ കായലും ഈ കായലിൻ്റെ തൊട്ടപ്പുറത്ത് കടലുമാണ്. അപ്പം ഒരു രണ്ടും കൂടി ചേർന്ന് ഒന്നിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെതോ ആ ഒരു ഭാഗത്തായിട്ട് ഒന്നിക്കുന്നുണ്ട്. അവിടെ നിന്ന് പൊഴി മുറിഞ്ഞാണ് ഇങ്ങനെ കായൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ച് കണ്ടില്ലേ, ഇതാണ് ഈ ഒരു പ്ലേസ്. കിടിലമാണ്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചയിലോട്ട് പോവാം. അകത്തോട്ടൊക്കെ പോയി നമുക്കെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ഹാൾ, ഫുഡ് കഴിക്കുന്ന ചെറിയ ഹാൾ. ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കിടിലമാക്കിയിട്ടുണ്ട്. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. അവർ മസാല ഇതും വേർതിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അടിയിൽ കണ്ട മസാല കോരി പ്രത്യേകം അത് വേറൊരു പാത്രത്തിലും റൈസ് വേറൊരു പാത്രത്തിലും എന്നിട്ട് സമാസമം ഇട്ടാണ് കൊണ്ടുപോകുന്നത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, കണ്ടില്ലേ. എല്ലാവരും കുടയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഹാളിലോട്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ഇപ്പം എല്ലായിടത്തും മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെയൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം ഈ ഒരു ഹാളിൻ്റെ അകത്താണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ചായ കൗണ്ടറൊക്കെ ഉണ്ട്, ചായ ബജ്ജി, ഇങ്ങനെ കുറച്ച് പേര് ഇവിടെ ചായ കുടിക്കാനും എല്ലാം നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം സംഭവം എന്ന് പറയുന്നത് ഇത് ഒരു കല്യാണമല്ല, നമുക്ക് ഇന്നിവിടെ നിശ്ചയമാണ്, ഒരു വെഡ്ഡിങ് നിശ്ചയമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഫുഡ് കൗണ്ടറൊക്കെയാണ് ഇത്. അപ്പം ഈ ഒരു റിസോർട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാപ്പിലാണ്. കാപ്പിൽ ആ ഒരു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മുടെ ഇടവയിലോട്ട് പോകുന്ന വഴിക്ക് വലത് സൈഡിൽ സെറിൻ എന്ന് പറയുന്നൊരു റിസോർട്ടാണ്. പിന്നെ നമ്മളിരിക്കുന്ന ടേബിളിൽ പപ്പടവും എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ റൈസ് കൂടെ വന്നാൽ മതി. ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഇവിടുത്തെ ഫുഡ്. എല്ലാവരും ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ബിരിയാണിയുടെ വരവിനായിട്ട്. അവിടെ നിശ്ചയത്തിൻ്റെ ഫംഗ്ഷനും എല്ലാം തുടങ്ങാറായി. നമ്മളിപ്പം ഫുഡൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുവാണ്. ആദ്യം നമ്മൾ അങ്ങോട്ടൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും വന്ന് ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നല്ല മഴയും കൂടിയല്ലേ. അപ്പം പിന്നെ ഫുഡ് അടിക്കാൻ നല്ലൊരു വൈബാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല മുരുമുര ഇരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ്. ഈ ബിരിയാണി കൂടി വന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും എനിക്ക് ഒരു റിസോർട്ട് ഈ ബീച്ച് സൈഡിലൊക്കെ ഉള്ള വെഡ്ഡിങ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചിക്കൻ പീസ് കണ്ടില്ലേ, നല്ല മസാലയൊക്കെ പുരണ്ട് മുരുമുരായിരിക്കുന്നു. ചിക്കൻ്റെ ഈ എല്ലോട് കൂടി ഇങ്ങനത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് മാംസമുള്ള ആ ഒരു പീസ് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു നൈസ് എല്ലോട് കൂടിയ അങ്ങനത്തെ ആ ഒരു പീസൊക്കെയാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. പിന്നെ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ കൂടെ പപ്പടവും സലാഡും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ബിരിയാണിയും കൂടി വരുമ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് കഴിക്കുന്നതല്ലേ അടിപൊളി. അപ്പം ബിരിയാണി വരുന്നതിന് മുമ്പേ നമ്മൾ ചിക്കൻ ഫ്രൈ കഴിച്ച് തുടങ്ങി കേട്ടോ. അവിടെ റൈസൊക്കെ ഇട്ട് തുടങ്ങി. ഇനിയിപ്പം നമുക്ക് ബിരിയാണിയോടെ മിക്സ് ചെയ്തുകൂടെ കഴിക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി നല്ല മസാലയിൽ കുതിർത്ത ബിരിയാണി, ദം ബിരിയാണി. ചിക്കനാണ്, ചിക്കൻ്റെ മസാലയോട് കൂടിയ ഒരു ലെഗ് പീസും ഒരു അല്ലാത്തൊരു പീസുമാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫുഡൊക്കെ കൊള്ളാവുന്ന ഒരു പപ്പടമൊക്കെ പൊടിച്ചിട്ട് ബിരിയാണിയോടെ ആ ഒരു കുറച്ച് മസാലയും കൂടി അതിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇച്ചിരി സാലഡൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ, അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പുറത്ത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേകം വിശപ്പൊക്കെ വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ഉച്ച സമയത്ത് നമുക്ക് ഈ ഒരു മഴ സമയത്ത് നല്ല വിശപ്പോടുകൂടി ഒരു ബിരിയാണി കിട്ടുമ്പം കഴിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ.
നല്ല ഫീലായിരുന്നു. ഇവിടെ ഇരുന്ന് ആ കായലൊക്കെ കണ്ട് ഇങ്ങനെ നല്ലൊരു വിശപ്പോടുകൂടി ഇതിലൊരു ദം ബിരിയാണി അതിൻ്റെ കൂടെ ആ ചിക്കൻ ഫ്രൈയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാണ്ടല്ലേ അന്യായ ഫീലായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. കാറ്ററിംഗ് ടീം പൊളിച്ചു. ഈ ബിരിയാണി ആരുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മസാലയൊക്കെ അധികം ഈ കുത്തലോ അങ്ങനെയുള്ളതൊന്നുമല്ല, നല്ല നൈസ് ഫീലായിരുന്നു. അടിപൊളി മസാലയായിരുന്നു. ചിലതൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ കറി പോരാതെ വരും. ഇത് ഉപ്പും എല്ലാം കറക്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടിയ ഒരു ഫീലുണ്ടല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു തീർന്ന് കൈ കഴുകാനുള്ള പോക്കാണ് ഈ കാണുന്നത്. എല്ലാവരും വലിയ ഇങ്ങനെ കൈ കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പന്തി കഴിഞ്ഞപ്പോൾ അടുത്ത പന്തിക്കുള്ള ആൾക്കാർ അവിടെ കയറി തുടങ്ങി. നമുക്കിപ്പം കഴിച്ചു തീർന്നല്ലോ, നമുക്ക് ഇനി നമ്മുടെ വിഷയമല്ല. അപ്പം പുറത്തുതാ ഇപ്പം ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട്, മഴയൊക്കെ മാറി വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് അടിപൊളിയായിരുന്നു. ഇനി നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ കല്യാണ പെണ്ണിനെ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മ കൊച്ചിനെയും കൊണ്ട് കാഴ്ച കാണാൻ പോകുന്ന കാഴ്ച. മോള് പോണില്ലേ? സ്വിമ്മിങ് പൂളാടെ മുകളിലൊരു സ്വിമ്മിങ് പൂളുണ്ട്. ഹായ്, സ്വിമ്മിങ് പൂൾ. കുളിക്കുന്ന എടുത്ത് നിന്നെ അങ്ങ് ഇടട്ടെ. ഹായ് കായൽ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും. അവരൊക്കെ ഇവിടെ ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ കായലിൽ ഒരാൾ വള്ളത്തിൽ പോകുന്നുണ്ട്. സൂപ്പർ അല്ലേ അല്ലേ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഈ ഒരു വഴിയുണ്ട്, ഉണ്ടല്ലേ, ഈ ഒരു വഴി. ഇത് ഇങ്ങനെ ജസ്റ്റ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ചിപ്പിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട. ഒരു പടവ് കണക്കുണ്ട് കേട്ടോ. ഇത് തുരുമ്പിൻ്റെയൊക്കെ ആയതുകൊണ്ടാ, തുരുമ്പ് വല്ലതും എടുത്ത് അതിലാണ് കൊള്ളുമോ എന്തോ, നോക്കട്ടെ. ഇത് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. കാലൊക്കെ വേണമെങ്കിൽ കഴിവാം. അല്ല, ഞാൻ ജസ്റ്റ് ഒരു കാലൊക്കെ കഴിവാം. ഇവിടെ വേണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിക്കാം. പിന്നെ ഇച്ചിരി ആഴമുണ്ട്, പാൻറ്റൊക്കെ നനയും. പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടോ. ഒരു തണുത്ത കാറ്റുണ്ടല്ലേ. നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പം എന്താ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളിയായി. അവിടെ സെൽഫി എടുക്കുന്ന ആൾ. ഇത് നമ്മുടെ ചായ കൗണ്ടറാണ്. നല്ല ചൂട് ചായയൊക്കെ കുടിക്കാം. ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് ചൂട് ചായയും കുടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചെന്താ, ഈ ഐസ്ക്രീം ഇതുപോലെ കണ്ടപ്പോഴേ ഒരു ഐസ്ക്രീമും കൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിച്ചായിരുന്നു. കണ്ടില്ലേ, ബാക്കിയുള്ളവരൊക്കെ ചായയും കാര്യങ്ങളും എല്ലാം വാങ്ങുന്നുണ്ട്. ഇതെൻ്റെ ഐസ്ക്രീമാണ്, വാനില ഫ്ലേവർ. അങ്ങനെ ഞാൻ വാനില ഐസ്ക്രീം വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴയുമാണ്. കണ്ടില്ലേ, അത് നമ്മളെ ഫ്രണ്ടാണ്, രാകേഷ് എന്ന് പറയും, നമ്മുടെ കൂട്ടുകാരനാണ്. ബാക്കി ഒരുപാട് പേരുണ്ട്. ഇവിടെ പോപ്കോൺ ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ, പോപ്കോൺ വാങ്ങാനും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ എല്ലാവരും കണ്ടില്ലേ, ഈ ഐസ്ക്രീമുകളെ കുടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടിക്കുന്നുണ്ട്, ഐസ്ക്രീം കൂടി നിർത്തിയായിട്ട്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഡേ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ച. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന എൻട്രൻസ് ആണ്. ഇതിപ്പോൾ ഈ കാറും ഇതുമൊക്കെ കിടക്കുവാണ്. ഒരുപാട് ഫങ്ഷൻസ് ഇവിടെ വെച്ച് നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാപ്പിൽ ഇവിടെ വരിക. കണ്ടില്ലേ, ഈ ചെറിയ ഹട്ട് കണക്ക് ഇവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട് കേട്ടോ. ചെറിയ ഗാർഡനും കാര്യമൊക്കെ ആയിട്ട് സൈഡിലുണ്ട്. നമ്മുടെ കാപ്പിൽ തന്നെയാണ് ഇത്.
കാണാൻ നല്ല ഒരു ബ്യൂട്ടി ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് 10,000 1500 പേര് അങ്ങനത്തെ ഫംഗ്ഷനൊന്നും നടക്കില്ല. നമ്മുടെ ഈ ചെറിയ റിസപ്ഷൻ, ഇങ്ങനെ ഈ എൻഗേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പക്ഷിയൊക്കെ ആയിരുന്നു ഒരുപാട്. ഇത് ഞാൻ പിന്നെയാണ് കണ്ടത്, അവസാനമാണ് കണ്ടത്. അതാണ് ഈ ഒരു വീഡിയോ അവസാനം എടുത്തത്. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലാണ് സ്വിമ്മിംഗ് പൂൾ ഇരിക്കുന്നത് കേട്ടോ. അതാണ് രസകരമായ വേറൊരു കാര്യം. പിന്നെ ഇങ്ങനെ കുറച്ച് ചെടിയും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്, കളറാണ്. സൈഡിൽ കായലാണ്. നമ്മുടെ ഈ ഒരു കാപ്പിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന കായലും കടലും കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ഒരു റിസോർട്ടുള്ളത്. അങ്ങനെ നമ്മൾ നിശ്ചയമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. കണ്ടില്ലേ, ഇതാണ് കാപ്പിൽ ബീച്ച്. ബീച്ചിലൂടെയുള്ള യാത്ര. വലത് സൈഡിൽ കായൽ, ഇടത് സൈഡിൽ കടൽ. നമ്മുടെ ആ റിസോർട്ടിൻ്റെ ആ ഭാഗം എത്തുന്നതിന് മുമ്പായിട്ട് ഇത് ഒന്നിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതൊക്കെ നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി പുതുതായിട്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പുതിയ വീഡിയോ നമ്മൾ ഇനിയും ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു കാപ്പിൽ ബീച്ചിൻ്റെ തന്നെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ വേറൊരു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് കണ്ട്. എന്ന് വെച്ചാൽ അവർ താലികെട്ടും കഴിഞ്ഞ് നേരെ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബീച്ചിലോട്ട് വന്നു, ചെറുക്കനും പെണ്ണും കൂടി, പിന്നെ ക്യാമറാമാന്മാർ. ആ ഒരു കാഴ്ചയും ഈ ഒരു ബീച്ചിൽ ഞാനിപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടി നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, ചെറുക്കനും പെണ്ണും ആ ഒരു പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അവർ ക്യാമറാമാനും അവരൊക്കെ ഫോട്ടോ എടുക്കുന്നു. മൊത്തത്തിൽ എപ്പോഴും ഇവിടെ ഒരു ഷൂട്ടിംഗ് മയമാണ് നമ്മുടെ ഈ കാപ്പിലെന്ന് പറയുന്നത്. എപ്പോഴും ഷൂട്ടിംഗ് ആര് കാണും. നമ്മളിപ്പോൾ രാവിലെ വന്നാൽ ചിലപ്പോൾ ഒരു സേവ് ദ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.